ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് അടുക്കുന്നതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രൊജക്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച മുതലാണ് ഈ ഓപ്പറേഷൻ ആരംഭിക്കുക എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 400ഓളം കപ്പലുകളാണ് പേർഷ്യൻ കടലിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഈ കപ്പലുകളെ പേർഷ്യൻ കടലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഓപ്പറേഷനിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഏതൊരു നീക്കവും ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ UAE അടുത്തു നിൽക്കുന്ന, അതായത് പ്രത്യേകിച്ച് UAE റാസൽ ഖൈമയിൽ ഉള്ള എല്ലാ കപ്പലുകളും ഉടനെ തന്നെ പിന്നോട്ട് തിരിച്ചു പോകണം എന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതാണ് ഹോർമുസ് കടലിടുക്ക്. ഈ കടലിൽ ഇവിടെ UAE അതിർത്തി ഭാഗങ്ങളാണ് ഇതെല്ലാം. ഈ UAE തന്നെ ഇവിടെ റാസൽ ഖൈമ, അതായത് ഹോർമുസ് കടലിടുക്ക് കടന്നു പോകാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ എത്തിയാൽ അതുകൊണ്ട് തന്നെ പല കപ്പലുകളും ഇപ്പോൾ അമേരിക്ക എസ്കോർട്ട് നൽകും. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുടെ അകമ്പടിയോടുകൂടെ കപ്പലുകൾക്ക് തിരിച്ചു പോകാം എന്നാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ കപ്പലുകളായിരിക്കുമോ അതല്ല യുദ്ധവിമാനങ്ങളുടെ സപ്പോർട്ടായിരിക്കുമോ ഉണ്ടാവുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ കപ്പലുകൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അതേസമയത്ത് വ്യോമതലങ്ങളിൽ നിന്നുള്ള ഒരു നിശ്ചിതമായ സമയത്തേക്കുള്ള സപ്പോർട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറഞ്ഞു, റാസൽ ഖൈമയുടെ UAE ഈ ഭാഗത്ത് ഇപ്പോൾ ധാരാളം കപ്പലുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. ഈ കപ്പലുകൾക്കെല്ലാം ശക്തമായ നിർദ്ദേശം ഇറാൻ നൽകി ഈ ഭാഗത്ത് തിരിച്ചു പോകണമെന്ന്. കാരണം ഈ ഭാഗത്ത് എത്തിയ കപ്പലുകൾക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഏതാനും സമയം മാത്രം ഇവിടെ പ്രൊട്ടക്ഷൻ നൽകിയാൽ ആ കപ്പലുകൾക്ക് പെട്ടെന്ന് ഈ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കപ്പലുകളെല്ലാം ഈ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കപ്പലുകളെല്ലാം പലതും ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അമേരിക്കയുടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ലഭിച്ച അടിസ്ഥാനത്തിലാകാം ഈ കപ്പലുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ കപ്പലുകൾ ഏതെങ്കിലും ഒന്ന് ഈ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ, പേർഷ്യൻ കടൽ വിട്ടുപോകാൻ എക്സിറ്റ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതേസമയത്ത് IRGCയുടെ അനുമതിയോട് മാത്രമേ കടൽ കടക്കാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാത്ത ഏതൊരു ശ്രമങ്ങളെയും പരാജയപ്പെടുത്തും എന്ന് ഇപ്പോൾ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങൾ കണ്ട് കടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, കടൽ കടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മണ്ടന്മാരാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ വ്യക്തമായ മുന്നറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കപ്പലുകൾ പിന്നോട്ട് പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഇറാന്റെ മുന്നറിയിപ്പ് കാരണം ഇപ്പോൾ UAE റാസ് അൽ ഖൈമയുടെ ഭാഗത്തു നിന്നും IRGCയുടെ ഈ ഒരു വാണിംഗ് പുറത്തു വന്നതിന് ശേഷം പല കപ്പലുകളും ബാക്കോട്ട് തന്നെ, പിന്നിലേക്ക് തന്നെ മടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഭാഗത്ത് നിന്ന്, റാസൽ ഖൈമയുടെ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കപ്പലുകൾ പലതും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. IRGC പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അനുമതിയോട് കൂടെ അല്ലാതെ ഒരു കപ്പലിനും പോകാൻ സാധിക്കുകയില്ല എന്നാണ്. എന്നാൽ അന്താരാഷ്ട്ര തലങ്ങളിൽ അമേരിക്കക്കെതിരെ വലിയ സമ്മർദ്ദമുണ്ട്. ഈ കപ്പലുകളിൽ ധാരാളം ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. ഈ കപ്പലുകൾ കടലിൽ തന്നെ കിടക്കുന്നത് കൊണ്ട്. എന്നാൽ അത്തരം ഒരു സാഹചര്യത്തെ മറികടക്കാൻ അമേരിക്ക ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദം US മുന്നിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതിൽ കക്ഷികളാകാത്ത കപ്പലുകളെയെല്ലാം ഹോർമുസ് കടലിടുക്ക് വഴി പേർഷ്യൻ കടലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ അമേരിക്ക നീക്കം നടത്തുന്നത്. എന്നാൽ ഈ നീക്കത്തെ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുത്തും. ഏതെങ്കിലും രീതിയിൽ കപ്പലുകൾ ആ വഴി കയറുന്ന സാഹചര്യമുണ്ടായാൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് അവരിപ്പോൾ വ്യക്തമായ രൂപത്തിൽ അമേരിക്കക്കെതിരെ ശക്തമായ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്.